അടുത്ത പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അൺസൈഡ് നമ്പർ സൈഡ് നമ്പർ എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഒരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഇൻറ്റ് നം ഇസ് ഈക്വൽ ടു 128. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ടുള്ള മീനിങ് പറഞ്ഞാൽ സൈൻഡ് ഇൻറ്റ് നം ഇസ് ഈക്വൽ ടു 128. ഇതാണ് അതിന്റെ മീനിങ്. കാരണം സാധാരണ രീതിയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ് സൈൻഡ് ഇൻറ്റ് നമ്പർ. സൈൻഡ് ഇൻറ്റ് നമ്പറിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ റെപ്രസെന്റ് ചെയ്യാം, നെഗറ്റീവ് വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ. അതിനൊരു ബിറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും, MSB ബിറ്റ്. അതായത് ഇപ്പൊ ഞാൻ 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആയിരിക്കും. ഇത് 4 0 0 0 1 ഇതാണ് നമ്മൾ എഴുതുക. 0 0 1 0 ഇത് 1 ഇത് 2. പിന്നെ ഇപ്പൊ ഈ ലാസ്റ്റത്തെ ഈ 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആക്കാം. ഈ ലാസ്റ്റത്തെ ഈ ബിറ്റില് 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ ലാസ്റ്റത്തെ ബിറ്റ് 0 ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂവിനാണ് റെപ്രസെന്റ് ചെയ്യുക. ലാസ്റ്റത്തെ ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂവിനാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു ബിറ്റാണ് MSB ബിറ്റ്. ഈ ബിറ്റ് 0 ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ, 1 ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ. 4 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ ആണെങ്കിൽ 8 ബിറ്റ് ആണെങ്കിൽ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ 0 0 0 1 ഇതാണ് 1 റെപ്രസെന്റ് ചെയ്യുക. 0 0 0 0 0 0 1 0 ഇതാണ് 2 റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ 8 ബിറ്റ് റെപ്രസെന്റേഷനിൽ ഈ 7 ബിറ്റ് നമ്മൾ പോസിറ്റീവ് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യും. ഈ ലാസ്റ്റത്തെ ബിറ്റ് സൈൻ ബിറ്റ് ആണ് യൂസ് ചെയ്യുക. ഈ ലാസ്റ്റത്തെ ഈ ബിറ്റില് അതിനെ പറയുന്ന പേരാണ് സൈൻ ബിറ്റ്. ആ ലാസ്റ്റത്തെ സൈൻ ബിറ്റ് 0 ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ, 1 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂവിനാണ് റെപ്രസെന്റ്. പക്ഷെ അൺസൈഡ് നമ്പറിൽ നമ്മൾ ഈ 4 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഈ 4 ബിറ്റും പോസിറ്റീവ് വാല്യൂവിനാണ് റെപ്രസെന്റ് ചെയ്യുക. 8 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ ആണെങ്കിൽ 8 ബിറ്റും പോസിറ്റീവ് വാല്യൂവിനാണ് റെപ്രസെന്റ് ചെയ്യുക. Unsigned numbers are numeric values that represent only non-negative quantities. Only positive number മാത്രം represent ചെയ്യാനാണ് unsigned number യൂസ് ചെയ്യുക. In the binary system, unsigned numbers are represented using only the magnitude of the value, with each bit contributing to its total. അതായത് എല്ലാ ബിറ്റും നമുക്ക് വാല്യൂ ആണ് കൊടുക്കുന്നത്. ഒറ്റ ബിറ്റ് നമ്മൾ സൈൻ ബിറ്റിനായിട്ട് യൂസ് ചെയ്യുന്നില്ല. എല്ലാ ബിറ്റും വാല്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് അൺസൈൻഡ് നമ്പറിൽ യൂസ് ചെയ്യുന്നത്. സ്മോളസ്റ്റ് അൺസൈൻഡ് നമ്പർ ഈസ് ഓൾവേസ് 0, അതായത് 0 ആയിരിക്കും. പിന്നെ പോസിറ്റീവ് നമ്പർ ആണ് ബാക്കിയുള്ളതൊക്കെ. while the maximum value depends on the number of bits used. അതായത് നമ്മളിപ്പോ 4 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ ഞാനിപ്പോ അൺസൈഡ് നമ്പർ റെപ്രസെന്റ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇത് ഏറ്റവും ചെറിയ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ബിറ്റും 1 എന്നതാണ്. 4 ബിറ്റും 1 ആണെങ്കിൽ ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? 450. ഇതാണ് 4 ബിറ്റ് റെപ്രസെന്റേഷനിൽ ഏറ്റവും വലിയ വാല്യൂ. 8 ബിറ്റ് റെപ്രസെന്റേഷനിലാണെങ്കിൽ എന്തായിരിക്കും? ഏറ്റവും ചെറിയ വാല്യൂ എത്രയായിരിക്കും? ഏറ്റവും ചെറിയ വാല്യൂ 0 ആയിരിക്കും. ഏറ്റവും വലിയ വാല്യൂ പറഞ്ഞാൽ 4 1 ആയിട്ടുള്ള വാല്യൂ, 4 1 ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഏറ്റവും വലിയ വാല്യൂ. ഈ വാല്യൂ എത്ര വരിക? ഈ വാല്യൂ 255 ആണ് വരിക. കണ്ടോ? അപ്പോ 4 ബിറ്റ് നമ്പറിൽ റേഞ്ച് പറഞ്ഞാൽ 0 to 50. 8 ബിറ്റ് നമ്പറിൽ റേഞ്ച് 0 to 255 ആണ് വരിക. മാക്സിമം വാല്യൂ പറഞ്ഞാൽ 0, മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 2n-1. 2n എന്നല്ല കേട്ടോ, 2n, അതായത് 2 to the power n-1. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റിനെയാണ് പറയുക. n എന്ന് പറയാ നമ്പർ ഓഫ് ബിറ്റ്. അതായത് ഇപ്പൊ 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആയിരിക്കും. അപ്പൊ അതിൽ ഏറ്റവും മാക്സിമം എന്ന് പറഞ്ഞാൽ 2⁻⁴ -1. 2⁻⁴ പറഞ്ഞാൽ 2 സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16, 16 - 1 15. 8 ബിറ്റ് റെപ്രസെന്റേഷനിൽ ഏറ്റവും മാക്സിമം വാല്യൂ പറഞ്ഞാൽ 2⁻8 -1, 256 - 1 = 255. അൺസൈൻഡ് നമ്പറിൽ ഇങ്ങനെയാണ്. മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 2n-1. അതിൽ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ബിറ്റിനാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി സൈൻഡ് നമ്പേഴ്സ് ജസ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. സൈൻ നമ്പേഴ്സ് റെപ്രസെന്റ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ ഇൻ കമ്പ്യൂട്ടിംഗ് ബൈ അലോക്കേറ്റിംഗ് 1 ബിറ്റ് ആസ് എ സൈൻ ഇൻഡിക്കേറ്റർ. അതായത് നമ്മൾ സാധാരണ ഒരു നമ്പർ, ഒരു ഇൻറ്റ് നമ്പർ സ്റ്റോർ ചെയ്യാൻ, ഇൻറ്റ് നം ഈസ് ഈക്വൽ ടു 128. ഇതിന്റെ മീനിങ് പറഞ്ഞാൽ ഇത് സൈൻഡ് നമ്പർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇതിന്റെ മീനിങ് പറഞ്ഞാൽ സൈൻഡ് ഇൻറ്റ് നമ്മും ഈസ് ഈക്വൽ ടു 128. ഇതാണ് ഇതിന്റെ മീനിങ്. ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് ഇതാണ്. ഞാൻ ഇതിന്റെ 8 ബിറ്റ് റെപ്രസെന്റേഷൻ എന്താണെന്ന് നോക്കി നോക്കാം. 8 ബിറ്റ് റെപ്രസെന്റേഷനിൽ ഞാൻ 0 റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? 0 റെപ്രസെന്റ് ചെയ്യുക 0 0 0 0 0 0 0. ഇതാണ് 8 ബിറ്റിൽ 0 റെപ്രസെന്റ് ചെയ്യുക. ഇതിലേക്ക് 1 ആഡ് ചെയ്ത് വിചാരിക്കുക. അതായത് 0 0 0 0 0 0 0 0. അതിലേക്ക് 1 ആഡ് ചെയ്തു. 1 പറഞ്ഞാൽ 0 0 0 0 1. 1 ആഡ് ചെയ്ത് എന്ത് കിട്ടുക? ഇതിനെ കിട്ടും 1. ഈ വാല്യൂന് വീണ്ടും കിട്ടും. അടുത്ത വാല്യൂ കിട്ടാൻ എന്താ ചെയ്യുക? നമ്മൾ 1 ആഡ് ചെയ്യുക. അപ്പൊ ബൈനറിയിൽ 1ന്റെ റെപ്രസെന്റേഷൻ 8 ബിറ്റിൽ 0 0 0 0 0 0 0 1. ഇനി അടുത്ത ബൈനറി 2 കിട്ടണമെങ്കിൽ ഇതിലേക്ക് വീണ്ടും 1 ആഡ് ചെയ്യുക. 1 പറഞ്ഞാൽ ഇവിടെ ഒക്കെ 0 കിട്ടാം. ഞാൻ ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ പറയുന്നത്.
ഇനി നമ്മൾ ആഡ് ചെയ്ത 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ബൈനറി അഡീഷൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി 1 ഇവിടെ വരും. അപ്പൊ 1 0 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1. ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ 0 ആണ്. അപ്പൊ 0 0 0 0. അപ്പൊ 2ന്റെ ബൈനറി റെപ്രസെന്റേഷൻ 8 ബിറ്റിൽ 0 0 0 0 0 0 പിന്നെ 1 0. ഇനി നമ്മൾ ഇങ്ങനെ എഴുതി പോയിട്ട് ഈ 0 എന്ന് പറയുന്ന സാധനമില്ലേ, ഈ 8 ബിറ്റിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡുള്ള ഈ 0 ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, അതിന് പറയുന്നവരാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, ഏറ്റവും ലെഫ്റ്റ് സൈഡുള്ള ബിറ്റ്. ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ ആണ്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഇനി 1 ആണെന്ന് വിചാരിക്കുക. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂനാണ് റെപ്രസെന്റ് ചെയ്യുക. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂനും, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂനാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഏറ്റവും വലിയ പോസിറ്റീവ് വാല്യൂ ഏതായിരിക്കും? ഏറ്റവും വലിയ പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0. ബാക്കിയുള്ള 7 ബിറ്റും 1 ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും മാക്സിമം പോസിറ്റീവ് വാല്യൂ. അപ്പൊ ആ മാക്സിമം പോസിറ്റീവ് വാല്യൂ പറഞ്ഞാൽ 127 ആണ് വരിക. അപ്പൊ 0 ആണ് ഏറ്റവും ചെറിയ വാല്യൂ, ഏറ്റവും മാക്സിമം പോസിറ്റീവ് വാല്യൂ പറഞ്ഞാൽ 127. ഇനി 127 കൂടെ വീണ്ടും 1 ആഡ് ചെയ്യണം. 127 പ്ലസ് 1 ശരിക്കും എന്താ കിട്ടുക? 128 ആണ് കിട്ടുക. ഇനി ബൈനറി റെപ്രസെന്റേഷൻ നമുക്ക് 8 ബിറ്റിൽ എന്താണ് വരുന്നത് നോക്കി നോക്കാം. 127ന്റെ ബൈനറി റെപ്രസെന്റേഷൻ ഇതാണ് 0 1 1 1 1 1 1 1. ഇനി ഇതിൽ കൂടെ ബൈനറി 1 ആഡ് ചെയ്യുക. 0 0 0 0 0 0 0 1 ആണ് ആഡ് ചെയ്യുന്നത്, 2 അല്ല കേട്ടോ, ഇത് ഒക്കെ 1 ആണ്. അപ്പൊ 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0. അപ്പൊ ബാക്കി 1 അഡീഷണൽ 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0, വീണ്ടും അഡീഷണൽ 1 0, വീണ്ടും അഡീഷണൽ 1 0, അഡീഷണൽ 1 പിന്നെ 1 0, വീണ്ടും 1 0, ഈ വീണ്ടും 1 1ഉം 0 0 കൂടി എഴുതി കഴിഞ്ഞാൽ 1. ഇപ്പൊ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും തെറ്റത്താണ് നമുക്ക് 1 എന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഏറ്റവും തെറ്റത്താണ് 1 കിട്ടിയിട്ടുള്ളത്. ഇത് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ 127 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയത് നമുക്ക് ഇതാണ് വാല്യൂ. ഇത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് നെഗറ്റീവ് 1 ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ ആണ്. ഇത് നമ്മൾ 2's കോംപ്ലിമെന്റ് വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ -128 കിട്ടും. ഇനി ഇത് കൂടെ വീണ്ടും 1 ആഡ് ചെയ്തായിരിക്കും. ഇത് കൂടെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് നോക്കി നോക്കുക. കൂടെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക. ഇത് പറഞ്ഞാൽ -127 ആണ് റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾ വീണ്ടും ഇങ്ങനെ 1 ആഡ് ചെയ്തായിരിക്കും. അടുത്ത വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -126 ആയിരിക്കും കിട്ടുക. അതായത് 1 0 0 0 0 0 1 0. ഇനി അല്ലാതെ 1 ആവുന്ന ഒരു വാല്യൂ ഉണ്ട്. അതായത് ഏറ്റവും അവസാനം ഇങ്ങനെ പോയി ഏറ്റവും ചെറിയ നെഗറ്റീവ് നമ്പർ, അതായത് 8 ബിറ്റും 1 ആവുന്നത് 1 1 1 1. ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എത്രയാണ്? 1 ആണ്. അവിടെ നെഗറ്റീവ് നമ്പർ ആണ്. ബാക്കിയുള്ള ബിറ്റ് ഒക്കെ 1 ആണ്. ഇതാണ് ഏറ്റവും നെഗറ്റീവ് നമ്പർ, ഇതാണ് -1. അപ്പൊ നമുക്ക് 8 ബിറ്റ് റെപ്രസെന്റേഷനിൽ 0 to 127 വരെ പോസിറ്റീവ് ആയി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ -128 to -1 വരെ നെഗറ്റീവ് ആയി റെപ്രസെന്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് പറയാം. 0 to 127 എന്ന് പറഞ്ഞാൽ 0 എന്ന് റേഞ്ച്, അതായത് 8 ബിറ്റ് റെപ്രസെന്റേഷനിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ പോസിറ്റീവ് വാല്യൂന്റെ റേഞ്ച് നമുക്ക് 0 to 2n-1 എന്ന് എഴുതാൻ പറ്റും. അതായത് പോസിറ്റീവ് വാല്യൂന്റെ റേഞ്ച്. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 0 to 2^8-1 0 to 2^7 0 to 127. ഇതാണ് പോസിറ്റീവ് വാല്യൂനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ലൊക്കേഷൻ 0 to 2^n-1. നമുക്ക് 8 ബിറ്റിൽ തന്നെ നെഗറ്റീവ് വാല്യൂനെ റെപ്രസെന്റേഷൻ ചെയ്യണമെങ്കിൽ -2^n-1 to -1, അതായത് -2n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ബിറ്റ് 8-1 to -1 -2^7 to -1 -2^7 പറഞ്ഞ എത്രയാണ്? -2^7 പറഞ്ഞ -128 to -1. ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. 0 to 127 വരെ പോസിറ്റീവ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുക, -128 to -1 വരെ നെഗറ്റീവ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ ഇതാണ്. എത്ര നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? 0 to 2^n-1 ആണ് പോസിറ്റീവ് വാല്യൂന്റെ റേഞ്ച്, -2^n-1 to -1 അതാണ് നെഗറ്റീവ് വാല്യൂന്റെ റേഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ അൺസൈൻഡ് നമ്പർ അല്ല സൈൻഡ് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അൺസൈൻഡ് നമ്പറിൽ MSB ബിറ്റ് ഉണ്ട്. MSB ബിറ്റ് 0 ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ, MSB ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് നമ്പർ. അൺസൈൻഡ് നമ്പറിലെ അൺസൈൻഡിൽ എല്ലാ ബിറ്റും പോസിറ്റീവ് വാല്യൂനാണ് റെപ്രസെന്റ് ചെയ്യുക. അതാണ് സൈൻഡും അൺസൈൻഡും നമ്മുടെ വ്യത്യാസം.